ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷാദ് താനൂർ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ഫാമിലിയായ അംബാനി ഫാമിലിയുടെ വീടായ ആന്റിലിയ എന്ന അവരുടെ വീടിനെ പറ്റിയാണ്. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. ലോകത്തിലെ ഏറ്റവും സമ്പന്നരെ പട്ടിക എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലിടം പിടിച്ച ഒരു ഇന്ത്യക്കാരനാണ് മുകേഷ് അംബാനി എന്ന് പറയുന്നത്. മുകേഷ് അംബാനി മുംബൈക്കാരനാണ്, നമുക്കറിയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് അദ്ദേഹം. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ വീടിനെ പറ്റിയാണ്. അത്യാഡംബരമായ ആ ഒരു വീട്, ഇതിനോടകം തന്നെ ഒരുപാട് ഫോട്ടോസുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ വീടിന്റെ 2006 ഈ ഒരു വീട് പണി തുടങ്ങുന്നത്. 2010 അതിന്റെ ഫുൾ പണിയും തീർന്നിട്ട് മുകേഷ് അംബാനിയും ഫാമിലിയും ആ വീട്ടിലെ താമസം തുടങ്ങുന്നത്. ഏകദേശം 4 വർഷം എടുത്തിട്ടുണ്ട് ഈ ഒരു ആഡംബര വീടിന്റെ ജോലി, അതിന്റെ പണികൾ തീർക്കാൻ വേണ്ടിയിട്ട്. ആന്റിലിയ എന്നാണ് ഈ ഒരു വീടിന്റെ പേര് മുകേഷ് അംബാനി സെലക്ട് ചെയ്തത്. ഏകദേശം 27 ഫ്ലോറിലാണ് ഈ ഒരു ആഡംബര വീട് നിർമ്മിച്ചിട്ടുള്ളത്. 15,000 കോടി രൂപയാണ് ഇതിനു വേണ്ടി മുകേഷ് അംബാനി ഈ ഒരു സ്വപ്ന ഭവനത്തിന് വേണ്ടി ചെലവാക്കിയത്. ഈ ഒരു ആന്റിലിയ വീടിന്റെ ഉയരം വരുന്നത് 173 മീറ്ററാണ്. ഇതിന്റെ ഉയരം കണക്കാക്കുന്നത്. 37,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആന്റിലിയയുടെ സവിശേഷതകൾ ഒരുപാടുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആന്റിലിയ വീട്ടിൽ ഒരു മാസത്തെ കറണ്ട് ബില്ലിന് വേണ്ടി മുകേഷ് അംബാനി ചെലവാക്കുന്നത് ഏകദേശം 70 ലക്ഷം രൂപയാണ്. ഈ ഒരു 27 നില കെട്ടിടമുള്ള ഈ ഒരു അത്യാഡംബര വീടിലെ ഈ ഒരു മാസത്തെ കറണ്ട് ബില്ല് വരുന്നത് 70 ലക്ഷം രൂപ. ഈ ആന്റിലിയയില് 168 കാറുകൾക്കുള്ള പാർക്കിംഗ് അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പാ, ഹെൽത്ത് കെയർ സെന്റർ, ഒരു ക്ഷേത്രം, ഒരു ടെറസ് ഗാർഡൻ, വലിയ എലിവേറ്ററുകൾ, ഒരു മിനി തിയേറ്റർ, അതായത് ഏകദേശം 50 പേർക്ക് ഇരുന്ന് സിനിമ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മിനി തിയേറ്ററാണ് ഈ ആന്റിലിയയുടെ അകത്തുള്ളത്. പിന്നെ അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. 3 ഹെലിപ്പാഡുകൾ ഈ ആഡംബര സൗകര്യങ്ങളുള്ള മുംബൈയിലെ ഈ 27 നിലകളുള്ള ഈ ആന്റിലിയയിൽ ഉണ്ട്. മറ്റൊരു കാര്യം, റിക്ടർ സ്കെയിലിൽ 8 വരെ രേഖപ്പെടുത്തുന്ന തീവ്രതയുള്ള ഭൂകമ്പങ്ങളെ നേരിടാൻ ഈ ഒരു ആന്റിലിയ എന്ന കെട്ടിടത്തിന് കഴിയും. ഈ ആന്റിലിയ വീടിന്റെ ഇന്റീരിയർ ഡിസൈനുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതൽ താമരയുടെയും അതുപോലെ തന്നെ സൂര്യന്റെയും ഡിസൈനുകളാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ആന്റിലിയയിൽ വർക്ക് ചെയ്യുന്നത് ഏകദേശം 600ഓളം സ്റ്റാഫുകളാണ് ഈ ആന്റിലിയ വീട്ടിൽ വർക്ക് ചെയ്യുന്നത്. അവരിതിൽ ഒരാൾക്ക് ഏകദേശം 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെയാണ് സാലറി കൊടുക്കുന്നത് എല്ലാ മാസവും. 15-ാം നൂറ്റാണ്ടിലെ പല മാപ്പുകളിലും ഇടം നേടിയിരുന്ന ഒരു ദ്വീപിന്റെ പേരാണ് ആന്റിലിയ. 7 നഗരങ്ങളുടെ ദ്വീപും എന്നും ഈ ആന്റിലിയയെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പേരാണ് മുകേഷ് അംബാനി തന്റെ വീടിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ലോറൻസ് പെർക്കിൻസും അതുപോലെ ഫിലിപ്പ് വില്ലും ചേർന്നാണ് ഇതിന്റെ ആർക്കിടെക്ചർ വർക്ക് ചെയ്തിട്ടുള്ളത്. മുംബൈയിലെ അറ്റ്ല മൗണ്ട് റോട്ടിലാണ് ഈ ആന്റിലിയ എന്ന് പറയുന്ന ഈ വലിയൊരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് മുകേഷ് അംബാനിയും തന്റെ പ്രിയ പത്നി നിത അംബാനിയും ജീവിക്കുന്ന ആ ഒരു ആഡംബര വീട്. പക്ഷെ മുകേഷ് അംബാനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. കാരണം ഇതിനേക്കാളൊക്കെ എത്രയോ കോടാനുകോടിന്റെ ഉടമയാണ് മുകേഷ് അംബാനി. അതും നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുണ്ടാക്കിയെടുത്ത കാശ്. ഇപ്പോ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ കല്യാണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഏകദേശം 5,000 കോടി രൂപയാണ് തന്റെ മകന്റെ കല്യാണത്തിന് വേണ്ടി മുകേഷ് അംബാനി ചെലവാക്കിയത്. പക്ഷെ അതിനെപ്പറ്റി മുകേഷ് അംബാനി പറയുന്നത് അതെന്റെ സമ്പത്തിന്റെ ഒരംശം പോലും ആയിട്ടില്ല എന്നുള്ളതാണ്. കാരണം മുകേഷ് അംബാനിയുടെ ഏകദേശം കണക്ക് എത്രയോ കോടികളാണ്, ലക്ഷക്കണക്കിന് കോടിയാണ് അദ്ദേഹത്തിന്റെ ആസ്തി വരുന്നത്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതുവരെ ഒരു വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിവരം ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ ഇത്രയും വലിയൊരു ആഡംബര കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മുകേഷ് അംബാനി, അദ്ദേഹത്തിന്റെ വീടായ ഈ ആന്റിലിയ ലോകത്തിലെ ഏറ്റവും വലിയ വീടുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യക്കൊരു എന്താ പറയാ, നമ്മൾക്കൊരു അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.